നമ്മളൊരു ഹിസ്റ്റോറിയന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റിന്റെ അടുത്ത് ഒരു ഏൻഷ്യൻ സൈറ്റ് കാണിച്ചിട്ട് ഇതിന്റെ പ്രായം എന്തോരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കൾച്ചറും സ്റ്റോറീസും ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടാണ് ശരിക്കും ഇതിന്റെ പ്രായം അവർ പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പിരമിഡ്സിന്റെ പ്രായം എന്തോരം ഉണ്ടെന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പെയാണ് പിരമിഡ്സ് പണം തേക്കുന്നതെന്നാണ് എന്റെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4500 വർഷങ്ങൾക്ക് മുമ്പേ എന്നുള്ള ഒരു വാക്കിന് മുമ്പ് ദേ സജസ്റ്റ് എന്നുള്ള ഒരു വാക്കും കൂടിയുണ്ട്. അതായത് ആർക്കിയോളജിസ്റ്റുകളാവട്ടെ, ഹിസ്റ്റോറിയൻസ് ആവട്ടെ, ആര് വേണമെങ്കിലും ആവട്ടെ, അവർക്ക് ഈ പിരമിഡുകളുടെ അകത്ത് നിന്നും അതിനെ ചുറ്റിപ്പറ്റി വെക്കുന്ന ഒരുപാട് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ്, അതായത് ഇതേപോലെ ഹൈറോഗ്ലിഫിക്സ് ആയിക്കോട്ടെ, ഇതേപോലെ ഒരുപാട് ആർട്ടിഫാക്ട്സ് ആയിക്കോട്ടെ, അപ്പോൾ ഇതൊക്കെ അവർ ഡേറ്റ് ചെയ്തിട്ടാണ് ഈ 4500 വർഷം എന്ന് അവർ ശരിക്കും പറയുന്നത്. അതിന്റെ അർത്ഥം ഈ പിരമിഡ്സിന്റെ പ്രായം 4500 വർഷങ്ങൾ എന്നല്ല, അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ മാത്രമാണ് അത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു 4500 വർഷങ്ങൾക്ക് മുമ്പാണ് പിരമിഡ് പണിതേ എന്നുള്ള ഒരു സംഭവം, അത് ശരിക്കും ഒരു കാൽക്കുലേറ്റഡ് ഗസ് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ കണ്ടുവരുന്ന കൈറോ മ്യൂസിയത്തിൽ ഇത്തരത്തിലുള്ള അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ശവപ്പെട്ടിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിന്റെ അടിയിലാവട്ടെ ഇതേപോലുള്ള പ്രിസിഷൻ കട്ടിന്റെ സംഭവം ഞാൻ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രിസൈസ് ആയിട്ടുള്ള കട്ടുകൾ ഒരിക്കലും ഇത്തരത്തിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് വളരെ വ്യക്തമായിട്ടും എവിഡൻസോടെ ശരിക്കും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അതിനോട് കൂട്ടിച്ചേർക്കാവുന്ന മിക്കവാറും നമ്മുടെ ലോകത്തിലത്തെ തന്നെ ഏറ്റവും വലിയ അൺസോൾവ്ഡ് ആയിട്ടുള്ള മിസ്റ്ററി ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലും ഇതേപോലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറ്റിയിട്ട് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യും. അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. ഏകദേശം 140 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1880-കളിൽ ഗ്രേറ്റ് പിരമിഡ്സിന്റെ ചുറ്റുപാടൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒരു പീസ് കിട്ടി. എല്ലാ ഹിസ്റ്റോറിയൻസ്, ഈജിപ്റ്റോളജിസ്റ്റ് ഒക്കെ പറയുന്ന പോലെ ഇതിന് ഏകദേശം 4500 വർഷങ്ങൾ പഴക്കമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു പാട്ടാണ് അവർ സ്ഥിരം പാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാമ്പിളിൽ 4500 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇത് ശരിക്കും ഒരു കോറിംഗ് സാമ്പിൾ ആണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞേ പോയിട്ടുള്ളൂ. ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഈജിപ്തിലെ പിരമിഡ്സിലും മറ്റുള്ള സ്ട്രക്ചേഴ്സിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെ ഒരു പിങ്ക് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പീസ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്നുള്ള കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചൊന്ന് കേൾക്കാം. ഈജിപ്തിലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടെ കേട്ട് നമുക്ക് ഇത്ര പ്രിസൈസ് ആയിട്ടുള്ള ഓട്ടകളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു സോളിഡ് ഗ്രാനൈറ്റിന്റെ അകത്തുനിന്ന് ഇത്തരത്തിലുള്ള ഓട്ടകളൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ അകത്തുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്ത് പുറത്തേക്ക് കളയണ്ടേ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഓട്ട ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് പുറത്തെടുത്ത ഒരു പീസാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂല, എന്താ ഇത്ര വലിയ കാര്യമുള്ളത്, ഇതൊക്കെ നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന സംഭവം അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ ചില ഡീറ്റെയിൽസ് ഇതിനകത്ത് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഒളിച്ചിരിപ്പുണ്ട്. ഈ സിലിണ്ടറിക്കൽ പീസിന്റെ സൈഡ് വശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലൈനുകൾ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ഇത് ശരിക്കും ലൈനുകളല്ല, ഈ ഗ്രാനൈറ്റിന്റെ അകത്തുകൂടെ പോയിരിക്കുന്ന ഗ്രൂവുകളാണ്. അതായത് ഒരു ദ്വാരമാണ് ശരിക്കും നമ്മളിപ്പോ ഈ കാണുന്നത്. ഇനി ഞാൻ കുറച്ച് നൂലെടുത്തിട്ട് ഈ ലൈനുകളുടെ അകത്തോട്ട് ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ, അതായത് സിലിണ്ടറെ ചുറ്റും ഇങ്ങനെ ആ നൂലും കൂടി ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു നൂല് പൊട്ടിക്കേണ്ടി വരില്ല. അതായത് കണ്ടിന്യൂസ് ലൈൻ ആയിട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത്. അതായത് ഈ നൂല് ഈ സിലിണ്ടറിന്റെ മോൾ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും പോകുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ സിലിണ്ടറിക്കൽ പീസിന്റെ സൈഡിൽ കാണുന്ന ഈ വരകളെല്ലാം ഒരു കണ്ടിന്യൂസ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പുകളും വളരെയധികം അക്യുറേറ്റ് ആണ്. അതായത് ആ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഷോക്കിംഗ്ലി അക്യുറേറ്റ് ആണ്. അതായത് രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആ ഒരു സ്പേസിംഗ് ഇല്ലേ, അത് എല്ലാത്തിലും സിമിലർ ആണെന്നാണ് ശരിക്കും ഞാനിവിടെ ഉദ്ദേശിച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നിക്കില്ലായിരിക്കും, പക്ഷെ ഇതിന്റെ കുഴപ്പങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഉപയോഗിക്കുന്ന ടൂൾസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ ആയിരിക്കും. ഈ രണ്ട് മെറ്റീരിയൽസും റിലേറ്റീവ്ലി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും ഇത്ര ഹാർഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് കാർവ് ചെയ്യാൻ പറ്റില്ല. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ ആർട്ട് വർക്കുകളിൽ ഇത്തരത്തിലുള്ള ഒരു മെക്കാനിസത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഉപയോഗിക്കുന്നത് ഒരു തരത്തിലുള്ള ബോ ഡ്രിൽ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ഇവിടെ ബോ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്പിനെയാണ്. അതായത് അമ്പ് പോലെ ഇരിക്കുന്ന ആ ഒരു സംഭവത്തിന്റെ നടുക്ക് ഒരു കോപ്പറിന്റെ ഒരു സിലിണ്ടറിക്കൽ ട്യൂബും വച്ചിട്ട് അവർ ഈ അമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കും. അതായത് ടു ആൻഡ് ഫ്രോ മോഷനിലേക്ക് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കാണിക്കുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ഗ്രാനൈറ്റിനകത്ത് ഇത്തരത്തിലുള്ള ഹോളുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ നോക്കി കാണാൻ പറ്റുന്നത്. അപ്പോൾ മെയിൻ സ്ട്രീം സയൻസും ആർക്കിയോളജി ഒക്കെ പറയുന്ന പോലെ ഇവർ ഇത്തരത്തിലുള്ള ബോ ഡ്രിൽ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ദ്വാരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതും ഇവർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കോപ്പർ അല്ലെങ്കിൽ ബ്രാസിന്റെ ടൂൾസ്
ടൂൾസ് ആണ്. അപ്പൊ ഇത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇതൊരു ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇതിന്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. വളരെ റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ, അത് ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഗ്രാനൈറ്റിൽ ഓട്ട ഉണ്ടാക്കാൻ അവർ നോക്കി. അവർക്ക് ഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ പറ്റിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റി. പക്ഷെ ഒരു ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ട് അവർക്ക് കേവലം 1.5 ഇഞ്ച് മാത്രമാണ് കട്ട് ചെയ്യാൻ പറ്റിയത്. അതും ഇവര് 1-2 ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് കട്ട് ചെയ്തെടുത്ത ആ ഒരു ദ്വാരത്തിന്റെ അകത്തുള്ള ഒരു പീസ് എടുത്തു നോക്കിയപ്പോൾ പിരമിഡ്സിന്റെ അടുത്തുനിന്ന് കിട്ടിയേക്കുന്ന ആ ഒരു കോർ സാമ്പിളിന്റെ അകത്തുള്ള പോലെ ഒരു കണ്ടിന്യൂസ് ലൈൻ അല്ല അവിടെ കാണാൻ പറ്റിയത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വരച്ചില് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതായത് ഈ ബോർഡറിലായതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് ലൈൻ ഒരിക്കലും നമുക്ക് ആ ഒരു ഡ്രില്ലിന്റെ ആ ഒരു ബിറ്റിന്റെ അത് നമുക്ക് കിട്ടില്ല. ഇതും കൂടി ആയപ്പോൾ ഇവർക്ക് വളരെയധികം കൺഫ്യൂഷൻ ആയിട്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ലൈൻ ഉള്ള ഒരു സാമ്പിൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കട്ടിംഗ് ടൂൾ എടുത്തിട്ട് ഈ ഒരു ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് നോക്കി. ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ടൂളിന്റെ ബിറ്റിന്റെ അറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഡയമണ്ട് കൊണ്ടാണ്. ഒരുപാട് വർഷം നീണ്ടുന്ന ഒരു റിസർച്ച് പറയുന്നത് ഗ്രാനൈറ്റ് ഇത്ര ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ടും ഗ്രാനൈറ്റിൽ ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ലൈനോട് കൂടിയിട്ടുള്ള ഒരു കോറിംഗ് വേണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഡയമണ്ട് ബിറ്റിന്റെ ആവശ്യകത വളരെയധികം ക്രൂഷ്യലാണ്. അതായത് ഡയമണ്ട് ബിറ്റ് ഉണ്ടെങ്കിലേ ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു ഫാക്ടർ എന്താണെന്ന് അറിയോ? ഈ 2 ലൈനുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഗ്യാപ്പും ആ മെറ്റീരിയലിന്റെ ഹാർഡ്നെസ്, അതായത് ഇവിടെ ഗ്രാനൈറ്റിന്റെ ഹാർഡ്നെസ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ദ്വാരം ഉണ്ടാക്കിയ ആൾക്കാർ ഈ ദ്വാരം ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആ ഒരു ടൂള് എക്സേർട്ട് ചെയ്ത ആ ഒരു പ്രഷറിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അതായത് എന്തൊരു സ്ട്രെങ്ത് ഉള്ള ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഓട്ട അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ള കാര്യം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്രയും ഹാർഡ് ആയിട്ടുള്ള ഒരു ഗ്രാനൈറ്റിന്റെ അകത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഹോൾ ഉണ്ടാക്കണമെങ്കിൽ, അതും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഒക്കെ ഉള്ള ഒരു ഹോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ലോകത്ത് ഇപ്പൊ ഉപയോഗിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോറിംഗ് ബിറ്റിന് പോലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ശരിക്കും അവരുടെ റിസർച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിന്റെ ഫോഴ്സ് വാല്യൂ, ഇതിന്റെ സ്ട്രെങ്ത് വാല്യൂ എന്ന് അവർ കറക്റ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിലും ഇവർ ഇങ്ങനത്തെ ഒരു കൺക്ലൂഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്തരത്തിലുള്ള ദ്വാരം ഈജിപ്ഷ്യൻ സ്ട്രക്ചറിൽ ഒന്ന് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളിപ്പോ ഈ കാണുന്നതെല്ലാം വലുതും ചെറുതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഓട്ടകളാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നതോ ഇത്തരം ഹാർഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് സ്ലാബ്സിന്റെ അകത്താണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ഇത് ശരിക്കും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മളിവിടെ കാണുന്നത്. മെയിൻ സ്ട്രീം ആർക്കിയോളജി ഒക്കെ പറയുന്ന പോലെ ഇത്തരത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത്? അതും ഈ കണ്ടിന്യൂസ് ലൈനൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം ഒരിക്കലും ചെയ്തിട്ട് കാര്യമില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ടൂൾ ആയിരിക്കണം. അതും ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, മോളിൽ നിന്ന് വളരെ ഇമ്മൻസീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമാണ് ഈ ഗ്യാപ്പിൽ, അതായത് യൂണിഫോം ആയിട്ടുള്ള ഗ്യാപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഇങ്ങനെ തുളയ്ക്കാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും ഇപ്പോഴും ആർക്കും പറയാൻ പറ്റാത്ത ഒരു ഉടുക്കത്തെ മിസ്റ്ററി തന്നെയാണ്. എല്ലാത്തിനും ഒരു ഉത്തരം നമ്മുടെ ആർക്കിയോളജിസ്റ്റുകളുടെ കയ്യിലുണ്ടാവും. അപ്പൊ ഈ ആർക്കിയോളജിസ്റ്റുകൾ എന്താണ് ഈ പറയുന്നത്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അവരെന്താ പറയുന്നതെന്ന് അറിയാം. ഇത്തരത്തിലുള്ള കോപ്പർ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു ബോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവർ ഈ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അകത്തേക്ക് വെള്ളവും ഇതേപോലുള്ള ക്വാർട്സ് ക്രിസ്റ്റൽസ് റിച്ച് ആയിട്ടുള്ള മണലും അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മണലാണ് ശരിക്കും ഒരു അബ്രേഷൻ പോലെ വർക്ക് ചെയ്തിട്ടാണ് ഈ ഗ്രാനൈറ്റുകളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് അവർ കട്ട് ചെയ്യുന്നതെന്നാണ് ശരിക്കും അവരൊക്കെ പറയുന്നത്. അതാണ് ശരിക്കും അവർ തരുന്ന ഉത്തരം. പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ എങ്ങനെ അവർക്ക് നടത്തിയെടുക്കാൻ പറ്റി? അതിപ്പോ 1-2 ഒന്നല്ല, എല്ലായിടത്തും ഇതേപോലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ കൈ മലർത്തി മുകളിലേക്ക് നോക്കിയിരിക്കുകയുള്ളൂ. ഇപ്പോഴും നമുക്ക് അതിനുള്ള കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടില്ല. അതിനോടൊപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഈ അൺഫിനിഷ്ഡ് സർക്കോഫഗസിന്റെ കാര്യം കൂടി അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് അതിനുള്ള ഉത്തരം തരാൻ കഴിയില്ല. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, ശരിക്കും അവർക്ക് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ഈജിപ്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സൈറ്റ് ഉള്ളത്, ഇന്ത്യയിലും ഇതേപോലൊരു സൈറ്റ് ഉണ്ട്. ഇപ്പൊ ഉള്ളതിൽ വെച്ച് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു സംഭവമാണ് ശരിക്കും ബറാബർ കേവ്സ് എന്ന് പറയുന്നത്. ഇവിടെയും ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത് ഇതിന് ഏകദേശം 2200 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ്. അതും ഈജിപ്തിലത്തെ കേസ് എന്ന പോലെ തന്നെ ഈ 2200 വർഷം എന്ന് ഇവർ പറയുന്നത് ആ കാലഘട്ടത്തെ കൾച്ചറൽ റെഫറൻസ് ഉപയോഗിച്ചിട്ട് മാത്രമാണ്. അതായത് അശോക എംപയറിന്റെ കാലഘട്ടത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കാലപ്പഴക്കം ഒരു 2200 വർഷങ്ങളായിരിക്കും എന്നുള്ളൊരു ഏകദേശ കണക്ക് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഈ ഒരു സൈറ്റിങ്ങിനെ പറ്റിയിട്ട് ആരും ഡിസ്കസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ആർക്കും ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? ശരിക്കും എനിക്ക് ഇപ്പോഴും അത്ഭുതമുള്ള ഒരു ചോദ്യമാണ്.
നിങ്ങളൊന്ന് നോക്കി നോക്കാം. ഹാർഡ്നെസ് ലെവൽ ഏകദേശം ഒരു 6 to 7 വരെ വരുന്ന ഒരു ഗ്രാനൈറ്റിന്റെ അകത്തു നിന്നാണ് ശരിക്കും ഈ ഒരു കേവ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതും ഈ കേവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്രയും വലിയൊരു ഗ്രാനൈറ്റ് പീസിന്റെ അകത്തുനിന്ന് ഈ ഗ്രാനൈറ്റ് ഒക്കെ ഇങ്ങനെ കൊത്തിയെടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ തുറന്നിട്ടാണ് ശരിക്കും ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ ഓക്കെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലോറ കേസിലൊക്കെ ഇതേപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് പറയും, ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു തരത്തില് മിറർ ലൈക്ക് പോളിഷ് ആണ് ശരിക്കും മൊത്തത്തിലുള്ളത്. അതായത് ചുറ്റുപാടും മിറർ പോളിഷ് ചെയ്തേക്കുന്ന ഒരു സംഭവം, അതിന് മുകളിൽ ഒരു എലിപ്റ്റിക്കൽ ഡോം പോലത്തെ ഒരു സ്ട്രക്ചർ, അതായത് ഒരു മേൽക്കൂര, ഇങ്ങനെ ഒരു വളഞ്ഞിരിക്കുന്ന മേൽക്കൂരയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഓരോ ഇഞ്ചും മിറർ പോളിഷ് ചെയ്ത് വെച്ചേക്കുകയാണ്. നിങ്ങളിപ്പോൾ അവിടെ പോയിട്ട് ഇതിന്റെ അകത്തുള്ള ഒരു ഭിത്തിയുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ടെക്നോളജി നമ്മുടെ കൈവശം ഉണ്ടായെന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. ഈ ഒരു മിറർ പോളിഷ് കാണുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ റിമൈൻഡ് ചെയ്യുന്നത് ഈജിപ്തിൽ കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ശവപ്പെട്ടികളാണ്. ഈ സർക്കോഫഗസിലാവട്ടെ ഇതേപോലുള്ള മിറർ ലൈക്ക് പോളിഷ് നമുക്ക് കാണാൻ പറ്റും. അതും ഇതിന്റെ ഒരു പ്രിസിഷൻ ഇല്ലേ, അതായത് ഓരോ ആംഗിൾസും തമ്മിലുള്ള പ്രിസിഷൻ ഇല്ലേ, അത് ശരിക്കും പെർഫെക്റ്റ് ആണ്. എന്നാൽ അതേപോലത്തെ പെർഫെക്ഷൻ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും കണ്ടുവരുന്നത്. ഒരു കൂട്ടം ആൾക്കാരും മോഡേൺ സയന്റിഫിക് എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് ഈ ഒരു സർഫസിന്റെ പോളിഷ് ഒക്കെ എന്തോരം ആക്യുറേറ്റ് ആണെന്നൊക്കെ നോക്കിയപ്പോൾ ശരിക്കും അവരുടെ കിളി പോയി. മോഡേൺ എക്യുപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ അഡ്വാൻസ് ടൂൾസിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പോളിഷ് ആണ് ശരിക്കും അവിടെ ഉള്ളത്. ഇതിന്റെ മിറർ ലൈക്ക് അപ്പിയറൻസ് കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെ ക്യൂരിയോസിറ്റി ഇങ്ങനെ ആകാശത്തേക്ക് കൊണ്ടുപോയെങ്കിലും വേറെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ ഒരു സ്ട്രക്ചറിന്റെ ഇന്റീരിയറിന്റെ ജിയോമെട്രി എന്ന് പറയുന്നത് വളരെയധികം സിമിട്രിക്കലാണ്. ഇത് അനലൈസ് ചെയ്ത എഞ്ചിനീയേഴ്സ് ഒക്കെ പറയുന്നത് മോഡേൺ എഞ്ചിനീയേഴ്സിന് വരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള അത്രയ്ക്ക് പ്രിസൈസ് ആയിട്ടുള്ള ആംഗിൾസും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ഇതിനകത്തുള്ളത്. എങ്ങനെയാണ് ഇവർക്ക് ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ള ഒരു ചോദ്യം നിലനിൽക്കുമ്പോഴാണ് ഇതിന്റെ അകത്ത് വേറൊരു സംഭവം വിളിച്ചിരിക്കുന്നുണ്ട്. ഈ ഒരു കേവിന്റെ അകത്ത് നിങ്ങൾ കയറാം. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നിട്ട് പയ്യെ നിങ്ങൾക്ക് പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് വോയിസിലൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾ കൺവേ ചെയ്യുക. ഈ ഒരു സ്ട്രക്ചറിന്റെ പ്രിസൈസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കാരണം ഇതിന്റെ അകത്തുള്ള അക്കോസ്റ്റിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇംപ്രസീവ് ആണ്. അതായത് നിങ്ങളിപ്പോൾ പയ്യെ സംസാരിക്കുകയാണെങ്കിൽ പോലും ആ റൂമിന്റെ അകത്തേക്കുന്ന എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ഇത്തരത്തിൽ അക്വസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സ്ഥലം, ഇത്തരം മിറർ പോളിഷ് ഉണ്ടാക്കിയേക്കുന്ന ഇങ്ങനത്തെ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള നമുക്ക് പോലും അറിയാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറിന്റെ ഒരു യഥാർത്ഥ പേർപ്പസ് എന്താണെന്ന് ആർക്കിയോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തരത്തിലുള്ള റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ റിസൈറ്റ് ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കാനുള്ള അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് ശരിക്കും ഒരുപാട് ആൾക്കാർ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ എത്ര എക്സ്പ്ലനേഷൻസ് ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് ഇവർക്ക് പണി തീർക്കാൻ കഴിഞ്ഞതെന്നുള്ള ഒരു കാര്യം ഇതുവരെയായിട്ടും ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതും ഈ ഒരു സ്ട്രക്ചറിന്റെ കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഈ ഒരു സ്ട്രക്ചറിന്റെ ഒരു മിറർ പോളിഷിനെ റിസംബിൾ ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് ഈജിപ്തിൽ കണ്ടുവരുന്നത്. അതുമായിട്ട് വളരെയധികം റിലേഷൻഷിപ്പ് തോന്നിക്കുന്നത് കൊണ്ടും ഈജിപ്തിൽ കണ്ടുവരുന്ന ആ ഒരു സ്ട്രക്ചേഴ്സിന്റെ പ്രായം മെയിൻ സ്ട്രീം സയൻസും ആർക്കിയോളജിയൊക്കെ പറയുന്ന പോലെ അല്ല, ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ 1-2 വീഡിയോസിലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ ഇന്ത്യയിലുള്ള ആർക്കിയോളജിസ്റ്റ് ഒക്കെ പറയുന്ന പോലെ 2200 വർഷങ്ങളൊന്നും അല്ല, അതിന് മുമ്പേ ഉള്ള ഒരു സ്ട്രക്ചർ ആവാനാണ് സാധ്യത. ഈ ഒരു കേവിന്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ആ കേവിന്റെ എൻട്രൻസിൽ ഇത്തരത്തിലുള്ള മിറർ സർഫേസിന്റെ അകത്ത് ഒരുപാട് എഴുത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോ അശോക എംപയറിന്റെ കാലഘട്ടത്തിലുള്ള സ്ട്രക്ചർ ആണെങ്കിൽ, ഇതിപ്പോ അശോക എംപയറാണ് പണി തീർത്തൊരു സംഭവം ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വളരെയധികം ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കണം ഇത്. ഒരുപാട് എസ്റ്റിമേറ്റ് പറയുന്നത് ഇപ്പൊ കാണുന്ന ഒരു പ്രിസിഷനിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്ക് വേണ്ടി വരും. അത് മിരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ചിസിൽസും ഹാമേഴ്സും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ ശരിക്കും അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് കണ്ടിട്ട് ചിസിൽസ് ഹാമേഴ്സ് ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ മെയിൻ സ്ട്രീം ആർക്കിയോളജിസ്റ്റ് ഒക്കെ റെഫർ ചെയ്യുന്ന ആ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അശോക എംപറർ ഈ ഒരു കേവ് പണിത് ബുദ്ധിസം എന്ന് പറയുന്ന ആ ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ശരിക്കും ഇത് പണിതായിട്ടാണ് നമുക്ക് ചരിത്രങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. പക്ഷെ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഒരാൾ ഇങ്ങനത്തെ ഒരു സംഭവം പണിതു, അതായത് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നത്, ചിലപ്പോൾ ഡെക്കേഡ്സോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും ഇത്. അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് പണിതിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു സ്ട്രക്ചറിനെ നിഗ്ലക്ട് ചെയ്തത്? അതായത് ഇതിനെ പറ്റിയിട്ട് വേറെ റെഫറൻസ് ഒന്നും നമുക്ക് ഈ ചരിത്രങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യത്തിലേക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് ഇത് പണിതത് ഇദ്ദേഹം ആയിരിക്കില്ല, ഇദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തായിരിക്കില്ല ഇത് പണി തീർത്തത്. ഈ ഒരു സ്ട്രക്ചർ ആർക്കിയോളജിസ്റ്റുകളൊക്കെ പറയുന്നത് 2200 വർഷങ്ങൾക്ക് മുമ്പേ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പണി തീർത്ത ഒരു സ്ട്രക്ചർ ആവാനാണ് സാധ്യത. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ഈജിപ്ഷ്യൻ സ്ട്രക്ചറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ അവിടെ കാണാൻ പറ്റും. അതായത് പണി തീർത്ത് പകുതിയൊക്കെ വെച്ചിരിക്കുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും.
അതിന്റെ അകത്തൊക്കെ ടൂൾസിന്റെ മാർക്ക് കാണാൻ പറ്റും. ഇപ്പൊ പറയുന്ന പോലെ കോപ്പർ ചിസിലൊക്കെ വെച്ച് ഇങ്ങനെ ഹാമറൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുള്ള അതിന്റെ മാർക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈജിപ്ഷ്യൻ സ്ട്രക്ചേഴ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് വലിയ വലിയ സ്ട്രക്ചേഴ്സിലല്ല, ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതിന്റെ അകത്ത് ഒരു ടൂളിന്റെ മാർക്കിംഗ് പോലും ഇല്ല. അതായത് ഇതേപോലുള്ള ഹാമറും ചിസിൽസ് ഒക്കെ വെച്ച് അടിച്ചിട്ടുണ്ടാക്കിയ സംഭവമാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇംപെർഫെക്ഷൻ നമുക്ക് അവിടെ കാണണം. അതായത് ട്രയൽ ആൻഡ് എററിന്റെയോ, അതായത് ചെയ്ത് നോക്കിയിട്ട് ശരിയല്ല പിന്നെ ചെയ്ത് നോക്കി, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മളിവിടെ കാണണം. ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഇവർ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതിന്റെ അകത്ത് ഇത്തരത്തിലുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള അക്യൂസ്റ്റിക് പ്രോപ്പർട്ടീസും ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ സ്ട്രക്ചർ കറക്റ്റ് കണക്കിനാണ് കാർവ് ചെയ്തെടുത്തത്. അതായത് 1 സെന്റിമീറ്റർ അങ്ങോട്ട് പോയിട്ടില്ല, 1 സെന്റിമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടില്ല. അതായത് ട്രയൽ ആൻഡ് എറർ പോലെ ഒന്നല്ല, കറക്റ്റ് കണക്കിനാണ് ശരിക്കും ഇവർ അവിടെ കാർവ് ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അക്യൂസ്റ്റിക് പ്രോപ്പർട്ടി നമുക്ക് അതിനകത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ ഇത്തരത്തിലുള്ള റിസർച്ച് ഒക്കെ ഞാൻ എലാബറേറ്റഡ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും ഞാൻ പറയാറുണ്ട്. ശരിക്കും ഈ ഒരു വീഡിയോ അതിനൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഇതിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം നമുക്ക് പറയാനുണ്ടാവും. ഒരുപാട് എവിഡൻസസ് ഒക്കെ നമുക്ക് ഇങ്ങനെ പറയാനുണ്ടാവും. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ പുറകെ ഞാൻ എന്തോരം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ല. എന്നാൽ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടും ഒരുപാട് ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒക്കെ കേട്ടിട്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അത് ഞാൻ മലയാളത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ എന്താണ് ശരിക്കും നമ്മളോട് കൺവേ ചെയ്യുന്നത്? ഇപ്പൊ ഈജിപ്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ, മെസപ്പൊട്ടേമിയയിലത്തെ കാര്യമായിക്കോട്ടെ, ഇന്ത്യയിലത്തെ കാര്യമായിക്കോട്ടെ, ചൈനയിലത്തെ ഒരു വലിയ പിരമിഡിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, ആ ഒരു സംഭവം ആയിക്കോട്ടെ, അന്റാർട്ടിക്കയിലായിക്കോട്ടെ, എല്ലായിടത്തുള്ള സംഭവം ശരിക്കും എന്താണ് കൺവേ ചെയ്യുന്നത്? നമ്മൾ അവെയർ അല്ലാത്ത ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒരു കാലത്തും മെയിൻ സ്ട്രീം സയൻസും ആർക്കിയോളജി ഇതൊന്നും സമ്മതിച്ചില്ല. കാരണം അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത്തരത്തിലുള്ള എത്ര എവിഡൻസസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കാണിച്ചു കൊടുത്താലും അവർ എന്തെങ്കിലുമൊക്കെ ഒരു ന്യായമൊക്കെ പറഞ്ഞിട്ട് അവർ ജനറൽ പബ്ലിക്കിനെ ഇങ്ങനെ കൺവേ ചെയ്ത് വെക്കും. അതെന്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്നാൽ അടുത്ത വീഡിയോയിൽ ഇതിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ശരിക്കും എനിക്ക് ആ കാര്യം എനിക്ക് ഇപ്പൊ തന്നെ പറയണമെന്നുണ്ട്. പക്ഷെ ഈ വീഡിയോ ലെങ്ത് കൂടി പോകും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയാത്തത്. അടുത്ത വീഡിയോയിൽ നമ്മുടെ അനിനാക്കിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതും മിക്കവാറും മലയാളത്തിൽ അത് ആദ്യമായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു വീഡിയോ വരാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാൻ പാടാത്ത ഒരു അഡ്വാൻസ് സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു, അവരെ ആരൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാക്സിമം കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിട്ട്, നല്ലൊരു ടോപ്പിക് എന്നല്ല, നമ്മുടെ അനിനാക്കി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.